ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറകിലുള്ള ഒരു അഴുക്കൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഫ്രൈ പാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എടുത്തു വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയുള്ളിയും, ഒരു കപ്പ് ചെറിയുള്ളി ഉണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് ട്രാൻസ്പെറൻ്റായിട്ട് ഒന്ന് വാടി ഇതായിട്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ചെറിയുള്ളി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സവോളയും ഉപയോഗിക്കാം. പക്ഷേ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറിയുള്ളിയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഈ ഇഞ്ചി നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടിടാം. നമ്മൾ ചെറിയുള്ളിയുടെ ഒപ്പം ഇഞ്ചി ഇടണ്ട, കാരണം ഇഞ്ചി അധികവും അങ്ങനെ മൊരിഞ്ഞ് വരണ്ട. ആ ഇഞ്ചിയുടെ ടേസ്റ്റ് നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ഇതുപോലെ കൊന്ന് ആ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം ഫ്രൈ പാനിൽ തന്നെ നമുക്ക് ഇനി കുറച്ച് മുളക് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കാശ്മീരി ചില്ലിയും പിന്നെ നമ്മുടെ സാധാരണ മുളക് 8 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ മുളക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ച് എടുക്കണം. നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ ചുട്ടരച്ച ചമ്മന്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് വറുത്തെടുക്കുന്നത് പോലെ നമുക്കിത് വറുത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി, ഉണക്കമുളകും എല്ലാം നമ്മൾ വറുത്തെടുത്ത് വെച്ചത് നമ്മൾ മാറ്റി വെച്ചു. ആദ്യം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് നമുക്ക് ഒന്നെടുത്ത് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നല്ല ഫൈൻ ഇതുപോലെ ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു കുഞ്ഞു കഷ്ണം നമ്മുടെ പിഴിപുളി, കോൽപ്പുളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഓൾറെഡി ചെമ്മീന് കുറച്ച് ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ആ ഉള്ളിയിൽ നിന്നൊക്കെയുള്ള വെള്ളം കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് അത് അരിഞ്ഞ് കിട്ടും. ഈ അരപ്പ് നമുക്ക് ഇനി ചെമ്മീനിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇത് തിരുമ്പി എടുക്കണം. പരമാവധി നമ്മൾ ആ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് അരപ്പ് മുഴുവനായിട്ട് നമ്മൾ എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഈ അരപ്പും ചെമ്മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ചുരുങ്ങിയത് 10 മിനിറ്റ് വെക്കണം. ഒരു അര മുതൽ 3/4 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് അത് മേലേക്ക് പിടിക്കും. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സെയിം ചീനച്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കൈ നിറയെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ സ്റ്റൈലിലല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ചധികം കറിവേപ്പില തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചെറിയുള്ളി തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയുള്ളി അരക്കാനായിട്ട് ഉപയോഗിച്ചു. ഇതിലേക്ക് ഇപ്പോൾ സവോളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവോള നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഞാനൊന്ന്, അധികം വെള്ളം ഒഴിക്കരുത്, ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടിയിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ആദ്യം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് ചുരുങ്ങി പെട്ടെന്ന് തന്നെ വേവും. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആ മസാല ഉണ്ടല്ലോ ചെമ്മീന്മ പൊതിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലേക്ക് ആവണം. അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞും വരണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ആ മസാല മുരിഞ്ഞു വരാനായിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനുമൊക്കെ ഒരുവിധമൊക്കെ നമ്മുടെ മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടിട്ട് മസാല നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് ചെമ്മീന്മ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. ഞാനപ്പോൾ തീ ഓഫാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ കിട്ടും. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്.